ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീം ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെയിൽസ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു സന്ധ്യാസമയമാണ്. ഇപ്പോഴാണ് നമുക്ക് പ്ലാന്റ്സുകളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ചെയ്തേക്കാമെന്ന് അങ്ങ് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് പ്രീ ബുക്കിംഗ് ഉള്ള പ്ലാന്റ്സുകളാണ്. കുറച്ച് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കുറച്ച് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ പ്ലാന്റ്സുകളുടെയും റേറ്റും ഐഡിയും എല്ലാം നമ്മൾ കറക്റ്റ് സൈസ് എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നുണ്ട്. പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ആരും കോൾ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ. നമുക്ക് നല്ല തിരക്കാണ്. അപ്പോൾ ഒരു കോൾ എടുക്കാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ആ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ആരും കോൾ ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മെസ്സേജൊക്കെ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടായിരിക്കും നോക്കുക, എന്നാലും മാക്സിമം മെസ്സേജ് നമ്മൾ എടുത്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റുകളായിട്ട് നമുക്കൊന്ന് കാണാം. കുറച്ച് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അവൈലബിലിറ്റി വളരെയധികം ഷോർട്ടേജ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ അടുത്ത് എഗ്ലോണിമ, കലാത്തിയ ചെടികൾ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് റോസിൻ്റെ വെറൈറ്റീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്ലാന്റ്സുകളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് വീനസ് റെഡിൻ്റെ അഗ്ലോണിമയാണ് കേട്ടോ. എഗ്ലോണിമ വീനസ് റെഡ് എന്നാണ് പറയുന്നത്. നമുക്ക് പ്ലാന്റ് സൈസ് ഒന്ന് കാണാം. അത്യാവശ്യം നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഹെവി ബുഷ് എന്ന് പറയുമ്പോൾ 3 ഷൂട്ടായിട്ട് വന്നിരിക്കുന്നത്. ഒരു മോസിലാണ് വന്നിരിക്കുന്നത്. 3 ഷൂട്ടായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 900. അതുപോലെ തന്നെ ഇത് സിംഗിൾ ഷൂട്ട് വേണ്ടവർക്ക് റേറ്റ് വരുന്നത് 350. സിംഗിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം സൈസ് ഉണ്ടാവും എന്ന് പലരും ചോദിക്കട്ടോ. സിംഗിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് തന്നെയായിരിക്കും സിംഗിൾ ഷൂട്ട് വരിക. നമ്മൾ സിംഗിൾ ആക്കിയിട്ടില്ല, പ്ലാന്റ്സുകൾ എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പേര് വരുന്നത് വീനസ് റെഡ് എന്നാണ്. ഇതിന് റേറ്റ് വരുന്നത് 900. അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 350. ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ റോജ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് റോജ പിങ്ക് വരുന്നത്. ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3 ഷൂട്ടിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതിന് 3 ഷൂട്ടിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 950. അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 350. ഇതും നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് റെയറായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. അധികം മാർക്കറ്റിൽ ആരും അധികം സെയിൽ ചെയ്യാത്ത അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. റെഡ് മാപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ റെഡ് മാപ്പിളിൻ്റെ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് റെഡ് മാപ്പിൾ വന്നിരിക്കുന്നത്. കളർ ഇങ്ങനെ ഒരു നല്ല ഓറഞ്ച് കളറും അതുപോലെ തന്നെ റെഡും എല്ലാം കൂടി മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. പലരും ചോദിക്കുന്നുണ്ട് റെഡ് മാപ്പിൾ നമ്മുടെ ക്ലൈമറ്റിൽ വളരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ക്ലൈമറ്റിൽ വളരുന്നതായിട്ടാണ് കണ്ടത്. കാരണം നേരത്തെ ഇല പൊഴിഞ്ഞ റെഡ് മാപ്പിളിൽ ഇപ്പോൾ പുതിയ ലീഫുകൾ വരുന്നത് നല്ല റെഡ് കളറോട് കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റെഡ് മാപ്പിൾ നമ്മുടെ ക്ലൈമറ്റിൽ വളരുമെന്ന് തന്നെ മനസ്സിലാക്കാം. ആവശ്യത്തിനുള്ള സ്റ്റോക്കാണ് റെഡ് മാപ്പിൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് മാപ്പിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഒരു റേറ്റ്, അതായത് നമ്മുടെ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 1000 എബോ ആണ്. കാരണം 1500 2000 റേറ്റിനൊക്കെ കൊടുക്കുന്നവരുണ്ട്. ഇത് റെഡ് മാപ്പിളിന് നമ്മുടെ റേറ്റ് വരുന്നത് 950, 950 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. വിത്തൗട്ട് പോട്ടായിരിക്കും അയക്കുക. ഇനി വിത്ത് പോട്ട് വേണമെന്നുള്ളവർക്ക് വിത്ത് പോട്ടോടുകൂടി അയച്ചു തരുന്നതാണ് കേട്ടോ.
അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോമലിയാഡാണ് കേട്ടോ. ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ബ്രോമലിയാഡാണ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസുള്ള ബ്രോമലിയാഡാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. സൈസ് എത്രമാത്രം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഇത്ര മാത്രം വലിയ പ്ലാന്റാണ്. ഇത് നമ്മൾ ഈ സെയിം വിത്ത് പോട്ടോടുകൂടി തന്നെയാണ് അയക്കുന്നത് കേട്ടോ. നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റാണ്. ബ്രോമലിയാഡ് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പിടിച്ചു വരുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രോമലിയാഡിന് ഇന്നത്തെ പ്രൈസ് വന്ന് 850 850 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. കുറച്ചും കൂടി സന്ധ്യാസമയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ലൈറ്റ് വെട്ടത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ചെയ്യുന്നത് ലൈറ്റ് വെട്ടത്തിലാണ്. ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ആന്തൂര്യം നല്ല ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ആന്തൂര്യത്തിൻ്റെ വെറൈറ്റിയാണ് വരുന്നത്. റെഡാണ് കേട്ടോ. ഓറഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് റെഡാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ഡബിൾ ഷൂട്ടായിട്ടുള്ള ബുഷി പോട്ട് ആന്തൂര്യമാണ്. ഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ കാണാം. അത്യാവശ്യം നല്ല വലിയ ഫ്ലവറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസുള്ള ആന്തൂര്യം പ്ലാന്റ്സ് ആണ് എത്തിയിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആന്തൂര്യത്തിന് പ്രൈസ് വരുന്നത് 950 950 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള ആന്തൂര്യമാണ്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ഇത്രയും വലിപ്പമുള്ള ആന്തൂര്യമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫുൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് എത്തിയിരിക്കുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി നാളായിട്ട് നമുക്ക് വരാത്ത ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. നമുക്കിതാ പിക്ചർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വന്നുകൊണ്ടിരുന്ന നോർമൽ വെറൈറ്റി പിക്ചർ പ്ലാന്റ് ആയിരുന്നു. ഇതുപോലത്തെ ഡോട്ടഡ് വെറൈറ്റി ഇതിങ്ങനെ ഡോട്ടഡ് വെറൈറ്റി പിക്ചർ പ്ലാന്റ് നമുക്ക് വന്നിരുന്നിട്ടില്ല കേട്ടോ. ഒരുപാട് നാട്ട് ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് നമുക്ക് ഡോട്ടഡ് വെറൈറ്റി പിക്ചർ പ്ലാന്റ് വന്നിരുന്നത്. അപ്പോൾ പിക്ചർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇരപിടിയൻ സസ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇരപിടിയൻ സസ്യത്തിൻ്റെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. ബുഷി പോട്ടാണ് വരുന്നത്. ഇതുപോലെ വിത്ത് പോട്ടോടുകൂടി ഹാങ്ങറോട് കൂടിയിട്ട് തന്നെയാണ് അയക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ബുഷാണ്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 650 650 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ഈ പിക്ചർ പ്ലാന്റിന് തന്നെ മറ്റൊരു വെറൈറ്റിയാണ് നോർമൽ വെറൈറ്റി പിക്ചർ പ്ലാന്റ്. ഇതിൻ്റെ പിക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും. മറ്റേതിന് ഡിസൈനുള്ള ടൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതും നമുക്ക് അവൈലബിൾ ആണ്. ബുഷി പോട്ടായിട്ടുള്ള നോർമൽ വെറൈറ്റി പിക്ചർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 650 650 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് മഴയത്ത് കീപ്പ് ചെയ്യാം കേട്ടോ. ഇതിന് നല്ല നനയാണ് വേണ്ടത്. നല്ല മഴയത്ത് കീപ്പ് ചെയ്യാവുന്ന ഒരു ചെടിയാണ്. നമ്മൾ മഴയത്തല്ല ഇടുന്നെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നനച്ചിടേണ്ട ഒരു ചെടിയാണ് കേട്ടോ. ബുഷി പോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഡോട്ടഡ് വെറൈറ്റിയുടെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് 2 ഷൂട്ടാണ് ഡോട്ടഡ് വെറൈറ്റി വന്ന്. സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ്. 350 ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നോർമൽ വെറൈറ്റിയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 ആണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡഡ് പച്ചറിയാണ് കേട്ടോ. ഒത്തിരി പേര് വാങ്ങിച്ച ഒരു ഐറ്റമാണ് ബ്രൈഡഡ് പച്ചറി. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാവുന്നതാണ്. പച്ചിറ മണി ട്രീ എന്നാണ് കേട്ടോ പറയുന്നത്. നന്നായിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഒരു ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇതുപോലെ പിന്നിക്കെട്ടിയ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഈ പ്ലാന്റൊക്കെ നമുക്ക് ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത്. വിത്ത് പോട്ടോടി അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പച്ചിറ ട്രീക്കും റേറ്റ് വരുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി പച്ചിറയുടെ തന്നെ നമുക്ക് വേറെ വെറൈറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ. പച്ചിറ തന്നെ നമുക്ക് വലിയ പച്ചിറ വന്നിട്ടുണ്ട്. അതിൻ്റെ സൈസും കൂടി നമുക്കൊന്ന് കാണാം. ഇതുപോലെ നല്ല തടിയിൽ വന്നിരിക്കുന്ന പച്ചിറ, ഇത്രയും തടിയുള്ള പച്ചിറ ട്രീ വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ് പച്ചിറ വന്നിരിക്കുന്നത്. പച്ചിറ മണി ട്രീ ഈ ഒരു സൈസാണ് പച്ചിറ മണി ട്രീ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചിറ മണി ട്രീക്ക് റേറ്റ് വരുന്നത് 680 680 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്ന അടുത്തൊരു ഐറ്റമാണ് സെൽഫ് വാട്ടറിംഗ് ബോട്ടിൽ വന്നിരിക്കുന്ന പച്ചിറ. ഇതുപോലെ 3 തടിയിന്മേൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ 3 തടിയിന്മേൽ വന്നിരിക്കുന്ന സെൽഫ് വാട്ടറിംഗ് ബോട്ടാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് വാട്ടർ ഒഴിച്ചു വെച്ചാൽ മാത്രം മതിയോ. പിന്നീട് നനയ്ക്കേണ്ടതായിട്ട് ഇതും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാവുന്ന ചെടിയാണ് ഈ ഒരു പച്ചിറ മണി ട്രീ കേട്ടോ. അപ്പോൾ സെൽഫ് വാട്ടറിംഗ് ബോട്ടിൽ വന്നിരിക്കുന്ന പച്ചിറ മണി ട്രീ ആണ്. ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതും ഈ വിത്ത് പോട്ടോടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് വീനസ് ഫേൺ ആണ് കേട്ടോ. മാർക്കറ്റിൽ വളരെയധികം ഷോർട്ടേജ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വീനസ് ഫേൺ എന്ന് പറയുന്നത്. ഇത് വല്ല കാലത്ത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ.
അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നന്നായിട്ട് നമുക്ക് ഇൻഡോറായിട്ടും സെമി ഇൻഡോറൊക്കെ ആയിട്ടും വെക്കാവുന്ന പ്ലാന്റാണ്. നല്ല വൈറ്റ് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീനസ് ഫേൺ ആണ് വരുന്നത്. ഒരു വീനസ് ഫേണിന് ഇന്ന് എത്രയാണ് പ്രൈസ് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല രസമുള്ള പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു ഫേൺ എന്ന് പറയുമ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒരു 2 വർഷം മുമ്പൊക്കെ നമുക്ക് സെയിലിന് വന്നിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു വീനസ് ഫേൺ എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു വീനസ് ഫേണിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 650 650 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. വളരെ റെയറായിട്ടുള്ളൊരു പ്ലാന്റാണ് വീനസ് ഫേൺ എന്ന് പറയുന്ന പ്ലാന്റ്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ക്യാമൻഡോറ പാമാണ് കേട്ടോ. നമുക്കിതാ ഇതുപോലത്തെ ഒരു ക്യാമൻഡോറ പാം നമുക്ക് നേരത്തെ വന്നിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ അവൈലബിലിറ്റി ഷോർട്ടേജ് ആയിരുന്നു. ഇപ്പോൾ നമുക്കിത് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അടിപൊളി വെറൈറ്റി തന്നെയാണ്. ഇതാ ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫുള്ള് തിക്ക് ഷൂട്ടായിട്ട് നല്ല ബുഷായിട്ട് വന്നിരിക്കുന്ന ക്യാമൻഡോറ പാമാണ്. ഇതാ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 580 580 രൂപയാണ് റേറ്റ് വരുന്നത്. നന്നായിട്ട് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ 2 സൈഡിലൊക്കെ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഒരു പ്ലാന്റാണ്. കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 580 580 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന മറ്റൊരു ഐറ്റമാണ് പോണിറ്റെയിൽ പാം എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള പോണിറ്റെയിൽ പാമാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വിത്ത് പോട്ടോടി അയക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് നല്ല ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ല ഒരു ഐറ്റം തന്നെയാണ്. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിലിറ്റി വളരെ ഷോർട്ടേജ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഒരു റെയർ വെറൈറ്റീസാണ് ഈ ഒരു പോണിറ്റെയിൽ പാം എന്നൊക്കെ പറഞ്ഞ ഐറ്റം. അപ്പോൾ ഈ ഒരു പോണിറ്റെയിൽ പാമ്പിന് റേറ്റ് വരുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ചെറിയ കുറച്ച് ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സുകൾ കണ്ടാലോ. ചെറിയ ആന്തൂര്യം പ്ലാന്റ്സുകൾ ഏതെല്ലാം കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. നമുക്ക് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആന്തൂര്യത്തിൻ്റെ നല്ല നല്ല കളേഴ്സുകളാണ്. ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന ഐറ്റം അല്ല കേട്ടോ. ഇത് നമുക്ക് പൂന പ്ലാന്റ്സുകളാണ് ആന്തൂര്യം വന്നിരിക്കുന്നത്. നമുക്ക് ആന്തൂര്യത്തിൻ്റെ ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പർപ്പിളോട് കൂടിയിട്ട് ഒരു പിങ്കും അല്ല പർപ്പിളും അല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ബുഷി പോട്ടാണ്. ഈ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 350 350 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുപോലെ എൻ്റെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് 180 180 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡാണ്. നല്ല റെഡ് കളർ ആന്തൂരിയാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 350 ആണ്. സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് 180. അടുത്തൊരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള നേരോ ഷേപ്പുള്ള ആന്തൂരിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ബുഷി പോട്ടാണ്. റേറ്റ് വരുന്നത് 350. സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് 180. അടുത്തതെന്ന് പറയുമ്പോൾ കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ്. പർപ്പിൾ ആന്തൂര്യമാണ്. റെയർ വെറൈറ്റിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 400 ആണ്. ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ്. റെയർ ആയിട്ടുള്ള കളറാണ്. അടുത്ത് നമുക്ക് അധികം മാർക്കറ്റിൽ കിട്ടാത്തൊരു വെറൈറ്റിയാണ് യെല്ലോ കളർ ആന്തൂര്യം കേട്ടോ. യെല്ലോ കളർ ആന്തൂര്യമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 400 ആണ്. സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് 200 ആണ് കേട്ടോ. ഈ യെല്ലോയും പർപ്പിളും നമുക്ക് അവൈലബിലിറ്റി വളരെ ഷോർട്ടേജ് ആണ്. വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സ് ആണുള്ളൂ കേട്ടോ. കാരണം ഇത് നമ്മൾക്ക് ഇന്നലെ വന്ന പ്ലാന്റ് ആണ്. ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടതാണ്. കുറച്ച് മെമ്പേഴ്സ് എല്ലാം വാങ്ങിച്ച് കുറച്ച് പേർക്കെല്ലാം ഇന്ന് പ്ലാന്റ്സ് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റ്സുകൾ അയക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഓണത്തിൻ്റെ കൊറിയർ പെൻഡിങ് ഇപ്പോഴും തീർന്നിട്ടില്ല. കുറച്ച് പേർ കൂടി നമ്മുടെ പ്ലാന്റുകൾ അയക്കാനുണ്ട് കേട്ടോ. നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ എല്ലാ പെൻഡിങ് ഓർഡറുകളും തീർക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ കളറാണ് കേട്ടോ. 3 കളേഴ്സ് ചേർന്നൊരു വെറൈറ്റിയാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 350 ആണ്. സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 180. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ആന്തൂര്യം തന്നെയാണ്. നമ്മൾ ആദ്യം ഒരു റെഡ് കണ്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേകതയുണ്ട്. ബ്ലാക്ക് ആണ് ഇതിൻ്റെ പുതിയ കൂമ്പ് ഇല വരുന്നത്. പുതിയ ലീഫുകൾ വരുന്നത് ഇതുപോലെ ഒരു ബ്രൗണിഷ് കളറോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു വെറൈറ്റിയാണ്. പൂക്കൾക്കും നല്ലൊരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 350 ആണ്. സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് 180. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആന്തൂര്യമാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ പൂക്കൾ വരുമ്പോൾ ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത്. പൂക്കൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൂക്കൾക്ക് കുറച്ചും കൂടി മെച്ചുവേർഡായി വരുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡിലായിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 350. സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് 180. അടുത്ത് നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് ഇതുപോലത്തെ പിങ്കും വൈറ്റും കൂടെ കൂടിയിട്ടുള്ളത് ഈ ഒരു ബുഷി പോട്ടാണ്. ഇതുപോലെ പിങ്കിൽ വൈറ്റിലായി അല്ലെങ്കിൽ പിങ്കിൽ വൈറ്റിലായി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുഷി പോട്ട് റേറ്റ് വരുന്നത് 350. സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് 180.
അപ്പോൾ ഇത്രയും കളർ ആന്തൂര്യമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റി ആന്തൂര്യം അല്ല കേട്ടോ. ഞാൻ ഇമ്പോർട്ടഡ് വെറൈറ്റി ആന്തൂര്യം നമുക്ക് ഒരു കളറേ വന്നിട്ടുള്ളൂ, ഒരു റെഡ് കളറാണ്. അത് ഞാൻ ആദ്യമേ കാണിച്ചിരുന്നു. ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം അല്ല. ഇതാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ആന്തൂര്യം എന്ന് പറയുന്നത്. ഇതാണ് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ആന്തൂര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫൊക്കെ തന്നെ നമുക്കറിയാം, എന്താ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ലീഫ് അത്യാവശ്യം നമ്മുടെ ഒരു കൈപ്പത്തിനേക്കായി വലിയ ലീഫാണ് വരുന്നത്. ഇങ്ങനെയാണ് പ്ലാന്റ്സുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ട് തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ ലേറ്റായത് നമുക്ക് ഈവനിങ്ങോട് കൂടിയിട്ടാണ് പ്ലാന്റ്സുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണിച്ചിരുന്ന പ്ലാന്റ്സുകൾ ഏതെങ്കിലും വേണമെന്നുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് പ്ലാന്റ്സുകളെല്ലാം ആവശ്യത്തിന് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഷോർട്ടേജ് ഉള്ള പ്ലാന്റ്സുകൾ ഞാൻ പറഞ്ഞിരുന്നു, ഏതൊക്കെയാണ് അവൈലബിലിറ്റി ഷോർട്ടേജ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പുതിയ പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഈ സന്ധ്യയ്ക്ക് വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാകും. നമ്മൾ സന്ധ്യയ്ക്ക് വീഡിയോ ചെയ്തത് നമുക്ക് നാളെയൊക്കെ നമുക്ക് കൊറിയർ പാക്കിംഗ് ഉണ്ട്. നമുക്ക് ഇപ്പോഴും കൊറിയർ പെൻഡിങ് ആണ്. അതുകൊണ്ട് നമുക്ക് പകൽ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.